ജെഫ്രി എപ്സ്റ്റീൻ എന്ന പേര് കേൾക്കാത്തവർ ഇന്ന് ഈ ലോകത്ത് വളരെ വിരളമായിരിക്കും. ലോകത്തിലെ പ്രമുഖരായ വ്യക്തികൾക്ക് പെൺകുട്ടികളെ നൽകി വശത്താക്കുകയും പിന്നീട് അത് വീഡിയോയിൽ പകർത്തി അവരെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്യുന്ന അതിബുദ്ധിമാനായ കുറ്റവാളി. അയാൾ ആത്മഹത്യ ചെയ്തുവെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന മില്യൺ കണക്ക് കേസുകളിൽ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും കൊടും ക്രൂരമായ കുറ്റവാളി എന്ന് നമുക്ക് അയാളെ വിശേഷിപ്പിക്കാം. അധികാരത്തിന് കീഴിൽ ഒരു മനുഷ്യൻ മൃഗമായി മാറിയതിന്റെ കഥയാണിത്. വെറും കഥയെന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത വിധ സത്യവത്തായ വാക്കുകളാണിവ. വെറും ലൈംഗിക വൈകൃതങ്ങൾ മാത്രമായിരുന്നില്ല, കുട്ടികളുടെ ഭാവി തന്നെ നശിപ്പിച്ച വലിയൊരു മാഫിയ സാമ്രാജ്യമാണ് എപ്സ്റ്റീൻ കെട്ടിപ്പടുത്തത്. എപ്സ്റ്റീൻ ദ്വീപിൽ മനുഷ്യമാംസം കഴിക്കുന്ന നരഭോജികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ഔദ്യോഗിക തെളിവുകളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. ലോകത്തിലെ പല ഭാഗത്തുള്ള പല പെൺകുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചോടെത്തിക്കുകയും കടത്തിക്കൊണ്ടുവരികയും നഗ്നരാക്കി നിർത്തുകയും കൊടിയ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നു. എപ്സ്റ്റീന്റെ കീഴിലുള്ള സ്വകാര്യ വിമാനത്തിലായിരുന്നു കുട്ടികളെ അവിടെ എത്തിച്ചിരുന്നത്. ഹീരോകളുടെ മൊഴി പ്രകാരം എപ്സ്റ്റീനും അയാളുടെ അതിഥികളും ഒരു ദിവസം തന്നെ പലതവണ പെൺകുട്ടികളെ അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. ഇതിനെ എതിർക്കുന്ന പെൺകുട്ടികളെ ക്രൂരമായി പീഡിക്കുകയും ഭക്ഷണം പോലും നൽകാതെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്തിരുന്നു. ഫയലിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പ്രകാരം എപ്സ്റ്റീന്റെ കീഴിലുള്ള പെൺകുട്ടികളെ നിർബന്ധപൂർവ്വം ഗർഭചിത്രത്തിന് വിധേയരാക്കിയിരുന്നു. കടലിനാൽ ചുറ്റപ്പെട്ട ആ ദ്വീപിൽ നിന്നും രക്ഷപ്പെടുക എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ച് വളരെ അസാധ്യമായ കാര്യമായിരുന്നു. അവരാരും തന്നെ പുറലോകവുമായി ബന്ധപ്പെടാതിരിക്കാൻ പല സുരക്ഷാ മാർഗങ്ങളും അയാൾ ഒരുക്കിയിരുന്നു. വെറും ഒരു ശാരീരിക പീഡനം മാത്രമായിരുന്നില്ല അവിടെ ഇറങ്ങിയത്. ആർക്കും കേട്ടു നിൽക്കാൻ പോലും കഴിയാത്ത ക്രൂരതയുടെ ഒരു കൊടുമുടി തന്നെ അയാൾ സൃഷ്ടിച്ചെടുത്തു. പിന്നീട് 2019 ലൈംഗിക അതിക്രമണ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നതിനിടെയാണ് അയാൾ മരണപ്പെടുന്നത്. അയാൾ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പല പ്രമുഖരെയും ബ്ലാക്ക്മെയിൽ ചെയ്തതിനാൽ തന്നെ പ്രമുഖരാരോ അയാളെ കൊലപ്പെടുത്തി എന്ന അഭ്യൂഹങ്ങളും പടരുന്നുണ്ട്. അയാൾ ചെയ്ത കൊടിയ ക്രൂരത എണ്ണി തീർന്നാലും തീരാവുന്നതില്ല. സോ നമ്മൾ വീണ്ടും കാണുന്നവരേക്കും സനിങ്ങ സ്പോർട്സ്.